പേരക്കൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നല്ല ഫ്രഷ് പേരക്ക എത്ര 50 രൂപയാണ് 1 കിലോന്. രാജസ്ഥാനത്തെ KSRTC കേട്ടോ. അതെ, രാജസ്ഥാൻ പരിവാഹൻ നിഗം. അതാണ് ഈ കാണുന്ന സാധനം. കറണ്ട് കിടക്കണം പല മൊത്തം ഏക്കർ കിടക്കുന്നത്. എൻ്റെ അച്ഛൻ്റെ ഫാക്ടറികളൊക്കെ ഉണ്ട്. ഫുള്ള് വരണ്ട് ഭൂമിയാണ് 2 സൈഡും. ഇവിടെ അതെ മൊത്തം വരണ്ട് കിടക്കുന്ന സ്ഥലം. വിജനമായ ഏരിയ. എനിക്ക് തോന്നുന്നു ഇത് കൂടെ രാത്രിയൊക്കെ പോകുമ്പോൾ ഭയങ്കര റിസ്ക്കിയാണ് തോന്നുന്നു അല്ലേ? രാത്രി ഇത് കൂടെ പോകുമ്പോൾ ഇന്നലെ ഞങ്ങള് റൂമില് അവിടെ നിന്നപ്പോ അവിടുത്തെ ആള് പറഞ്ഞത് രാത്രി ഈ വഴി പോകുന്നത് ഭയങ്കര റിസ്ക്കാണ്. സംഭവം ശരിയാ. നമ്മള് നന്നായി ഉള്ളു അവിടെ നല്ല സ്റ്റേ അടിച്ചില്ലേ. ഈ വഴി കൂടെ ഒക്കെ രാത്രി വന്നു കഴിഞ്ഞാൽ സീൻ തന്നെ കേട്ടോ. വഴി ഒന്നിനൊന്ന് മെച്ചാണ്. നമ്മള് പറന്നുകൊണ്ടിരിക്കുകയാണ്. ദൂരത്ത് ഫാക്ടറികളൊക്കെ ഇങ്ങനെ കാണാം. മൊത്തം ഡ്രൈ ലാൻഡാണ് രാജസ്ഥാൻ. അതൊക്കെ ഫുള്ള് ഡ്രൈ ആയിട്ട് ഇങ്ങനെ കിടക്കും. ജൽവാർ കല്ല് കൊണ്ടുപോകും. കല്ല് രാജസ്ഥാൻ കല്ലൊക്കെ ഭയങ്കര ഫേമസ് അല്ലേ? വണ്ടികളിലാക്കിയിട്ട് കല്ലൊക്കെ. ഇതൊക്കെ ഇപ്പൊ റോഡ് സൈഡിൽ ഇഷ്ടം പോലെ കിടക്കുന്ന സാധനം കേട്ടോ. അത് വേറെ കാര്യം അല്ലേ? ഈ കല്ലൊക്കെ എടുക്കുകയാണെങ്കിൽ വെറുതെ ആളുകളൊക്കെ നമ്മുടെ ഈ അമ്പലം ഉണ്ടാക്കിയില്ലേ, മറ്റേ എന്താണ് ആ സ്ഥലത്തിന്റെ പേര്, ഇപ്പൊ ഉണ്ടാക്കിയ അമ്പലം മോദി ഒന്ന് ഉദ്ഘാടനം ചെയ്തത് രാം മന്ദിരത്തെ ഒട്ടുമിക്ക സാധനങ്ങളും രാജസ്ഥാനിൽ നിന്നാണ് കല്ല് കൊണ്ടുപോയിരുന്നത്. അങ്ങനെ അന്തമായിട്ട സ്ഥലമാണ്. എന്തായാലും ഒരു ടോളൊക്കെ ഇട്ടുണ്ട്. എന്തായാലും അടുത്ത് തന്നെ രാജസ്ഥാൻ പിന്നെ CNG ഇവിടെ കുറച്ച് കൂടുതലാട്ടോ. നമ്മുടെ നാട്ടിലെക്കാട്ടി അപേക്ഷിച്ചില്ലേ എല്ലാ പെട്രോൾ പമ്പിലും CNG ഉണ്ട്. CNG ഇല്ലാത്ത പെട്രോൾ പമ്പില്ല ഇവിടെ എന്താ സംഭവമാണോ? ടോൾ ഗേറ്റ് 500. അവിടെ മരുഭൂമിയായ നമ്മുടെ രാജസ്ഥാൻ അങ്ങനെ മനോഹരമായിട്ടുള്ള രാജസ്ഥാൻ വഴിയിലൂടെ നടന്നു നീങ്ങുമ്പോൾ നമ്മളെ വ്യതിരിപ്പിക്കാൻ വേണ്ടി ടോളുകൾ വീണ്ടും വന്നിരിക്കുകയാണ്. സക്കാത്പുര ടോൾ പ്ലാസ. സക്കാത്പുര ടോൾ പ്ലാസ NH27. സക്കാത്പുര ടോൾ പ്ലാസയിൽ ഇടിച്ചാണ്ട് പോകാം. Get up! Hey! 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 എന്താ ഉദ്ദേശം? സക്കാത്പുര ടോൾ ഗേറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടുത്തെ ടോളിന് പിന്നെ പൈസ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. റോഡൊക്കെ ഉണ്ടല്ലോ, അടിപൊളി റോഡാണ്. ഒരു രക്ഷയില്ല. എത്ര കിലോമീറ്റർ സ്പീഡിൽ വേണമെങ്കിലും പോവാം. കടകളൊക്കെ ഈ സൈഡിലോട്ട് വളരെ കുറവാണ്. വീടുകൾ കുറവാണ്. രാത്രി ഒന്നും സേഫ് അല്ല. രാത്രി ഈ വഴി കുറച്ച് ഡേഞ്ചറസ് ആണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതൊരു ബ്രിഡ്ജ് കേട്ടോ. എന്താ സംഭവം? രാജസ്ഥാനത്തെ ബ്രിഡ്ജാണ് പറയണ പോലെ. ഇവിടുത്തെ എന്താലേ അത്ഭുതം. സെറ്റ് ബ്രിഡ്ജ് അയ്യോ ഹെവി. ഏതാ റേഞ്ച്? എന്തൊക്കെ കാണണല്ലേ? ഒരേ പൊള്ളി സ്ട്രെയിറ്റ് റോഡ്.
പെട്ടെന്ന് ഒരു ആൾക്കൂട്ടം കണ്ടിട്ട് ഞങ്ങൾ വണ്ടി നിർത്തിയതാണ്. എന്താ സംഭവം നോക്കട്ടെ. क्या हुआ भाई? क्या हुआ? पता नहीं जाने क्या हुआ, एक्सीडेंट हुआ होगा। सुबह से अब तक यहाँ दिख रहा आदमी किधर है? इसका अंदर है? गए हम लोग गए। सुबह होता है तो एक्सीडेंट यार। ഇതെന്താ ഇതില് മൊത്തം പാലാ? अब अटी नीचे पड़िया, मोबाइल नीचे पड़ी और जाता है। वो लेके गए उसको? वो तो गए भाई, वो तो रात की बात थी। हाँ भाई क्या है? दूध है भैया? दूध ये अंदर है दूध ഇന്നലെ രാത്രി ഉണ്ടായ ഒരു ആക്സിഡന്റ് ആണ്. അതിന് ഇത്രയും നേരത്തെ ആൾക്കാരിവിടെ കൂടിക്കാണ്. ഇത് സംഭവം അറിയില്ലായിരുന്നു. ചില ആൾക്കാരൊക്കെ എടുത്തിട്ട് പോയിട്ടുണ്ട്. പിന്നെ നമ്മള് മന്ദന ടോൾ പ്ലാസിൽ എത്തിയിരിക്കുകയാണ്. അതോറിറ്റി ഓഫ് NH52 മന്ദന ടോൾ പ്ലാസ്. ഇവിടെ ആണെങ്കിൽ എടുത്തിട്ട് പോവാ. എടുത്തിട്ട് പോകാൻ പറ്റില്ല. ഇങ്ങനെ പോകുമ്പോഴേ കുറേ കല്ലുകളൊക്കെ ഇങ്ങനെ അവിടെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ കല്ലുകളൊക്കെ നോക്കി നോക്ക്, നല്ല വെറൈറ്റി ടൈപ്പ് കല്ലുകളാണ്. അയ്യപ്പ ഇത് നോക്കിയേ, ഇങ്ങനെ കുറേ കല്ലുകൾ ഇങ്ങനെ വെട്ടി വെച്ചിട്ടുണ്ട്. കണ്ടാ റെഡ് കളറുള്ള കല്ലുകൾ ഇങ്ങനെ കുറേ നമുക്ക് കാണാം. ചീളുകൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് ടൈൽസ് പോലെ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. അടിപൊളിയായിട്ടുണ്ട് ഇതൊക്കെ. ഇതൊക്കെ ഓരോ ഇതിന് യൂസ് ചെയ്യണ നല്ല അടിപൊളി കല്ലുകൾ. ഉദാഹരണം എടുത്തിട്ട് വണ്ടിയിലിട്ടാലോ എന്ന് ഇങ്ങനെ ആലോചിക്കുക. പക്ഷെ അത് എന്ത് ചെയ്യുന്ന അറിയില്ല. എന്തിന് യൂസ് ചെയ്യണ കല്ലുകളാ അറിയാം. അത് മൊത്തം കല്ലിൻ്റെ ചിപ്പുകളാണ്, ഇഷ്ടം പോലെ ഉണ്ട്. അടിപൊളി. ഒന്ന് കണ്ടപ്പോൾ ഒന്ന് എടുക്കാൻ തോന്നി. സംഭവം നൈസായിട്ടുണ്ട്. ഇത് മുൾച്ചെടികളാണ് ഇതൊക്കെ. ഓ ഇതെന്ത് സാധനമാണോ അതൊക്കെ, മുൾച്ചെടികൾ. പക്ഷെ ഇതൊക്കെ ഗവൺമെൻറ് നട്ട് വെച്ചതാട്ടോ ഈ ചെടികളൊക്കെ. ഉണ്ടോ? എല്ലാം ഗവൺമെൻറ് റോഡ് സൈഡിൽ എടുത്ത് വെച്ചതാണ്. ഇനി ഇവിടുന്ന് ഇതൊക്കെ നോക്കി, ചെറിയ ചെടികൾ. ഇതോ മുൾച്ചെടികൾ. രാജസ്ഥാനത്തെ ചെടികളാണ് ഇതൊക്കെ. ഈ രാജസ്ഥാനിൽ ഇറങ്ങിയിട്ട് ഒട്ടകക്കൂട്ടങ്ങളിലേ കണ്ടില്ല എന്ന് പറയണത്. നോക്കി എന്തോരം ഒട്ടകങ്ങളാ. രാം രാം ഭായ് സാബ് നോക്കി. ഓ ചെല്ലേ, അത് തൊഴിക്കൂട്ടാ. നോക്ക് കഴിച്ചു. ഓ ഒട്ടകക്കൂട്ടത്തിന്റെ നടുവിലാണ് ഞങ്ങളിപ്പോൾ. നോക്കിയൊക്കെ ഇവിടെയൊക്കെ റോഡ് മൊത്തം ബ്ലോക്കായി. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഫോറസ്റ്റിന്റെ ഏരിയ കൂടെയാണ്. ജബൽപൂർ വഴിയൊക്കെയാണ് ഈ വഴി പോകുന്നത്. ടൈഗറൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഇവിടെ. കംപ്ലീറ്റ് ഫോറസ്റ്റ് ഏരിയ. കുറച്ച് ക്രൂഷ്യലായിട്ടുള്ള റോഡാണ് തോന്നുന്നു. സാവധാനം.
This route avoids a road closure on Ghat Road. You are on the best route. You should reach your destination by 7:39 p.m. മുകളിലെന്തോ കോട്ടയൊക്കെയാണ്, പഴയ കോട്ട. ആൾക്കാർ വരുന്നു. This route avoids a road closure on Ghat Road. You are on the best route. You should reach your destination by 7:39 p.m. മുകളിലൊക്കെ എന്തൊക്കെയോ ഉണ്ട്. ഇതന്നെയല്ലേ വഴി? ജബൽപൂര് 610. ശരി, 120. ഒന്നും കാടിലുള്ളൂ, ഫോറസ്റ്റിന്റെ റോഡാണ്. രാജസ്ഥാനിലെ ഗ്രാമങ്ങളിലൂടെയാണ് ഇപ്പൊ നമ്മള് പൊക്കോണ്ടിരിക്കുന്നത്. എന്താ അറിയില്ല, മാപ്പ് ഇതിൽ കൂടെയാണ് നമുക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഈ റോഡ് നേരെ എന്താണ് രാജസ്ഥാൻ സ്റ്റേറ്റ് ഹൈവേയിലേക്ക് എത്തും. ബോർഡ് വെച്ചിട്ടുണ്ട്. ഫത്തേപൂർ ഇൻഡസ്ട്രിയൽ ഏരിയ, ഇൻഡസ്ട്രിയൽ ഏരിയയാണ് മൊത്തം. രാമഗഞ്ച് മണ്ഡി. രാംഗഞ്ച് മണ്ഡി, രാംഗഞ്ച് മണ്ഡി. അപ്പോഴേക്കും കണ്ടു. ഈ പെണ്ണെടുത്തിന്റെ രണ്ടാമത്തെ ആൾക്കാർ. മൂന്നാമത്തെ ഓ, നല്ല വഴികളിൽ ഫുള്ള് പശുക്കളാണ് ഇവിടെ. ഇത് ഭരണി ബൈക്കും കൂടെ. ഫുള്ള് ഗ്രാമപ്രദേശം. രാജസ്ഥാനിലെ അതെന്താ കുടിക്കാൻ വെച്ചാൽ അതെന്താ കുൽഫി. കുടിക്കാനൊരു പേടി. അയ്യോ, അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ രാജസ്ഥാനിലേക്ക് മണല് കയറ്റി. പക്ഷെ രാജസ്ഥാനിന്റെ വേറൊരു രൂപമാണിത് അല്ലേ? നല്ല മണലൊക്കെ ഉള്ള ഒരു സ്ഥലങ്ങളുണ്ട്. അല്ലാത്ത 150 കഴിഞ്ഞുള്ള റൈറ്റ് ആണ്. പോലീസുകാര് ക്യാപ്പൊക്കെ വെച്ചിട്ട് ബൈക്ക് ഓടിച്ച് പോണ്. 120 മീറ്റർ കഴിഞ്ഞുള്ള റൈറ്റ്. ഇതിന്റെ ഉള്ളിൽ കൂടെ ഉള്ള ഈ റോഡ് കുറച്ച് മോശാട്ടോ അല്ലേ? അടുത്ത റൈറ്റ് ആണ്. ആദ്യത്തെ ഈ റൈറ്റ് ആണ് കാണുന്നത്. ഈ റൈറ്റ് ആണോ? ഓക്കെ, നമുക്ക് ഈ റൈറ്റിലൂടെയാണ് ഇപ്പൊ പോവാനുള്ളത്. ആർക്കും വേണ്ടാത്ത ഒരു ടോള് കൂത്താണ്. രാജസ്ഥാൻ രാജൻ വികാസ് നിർമ്മാണം. ഇവിടെ ആൾക്കാരുണ്ടോ? ഇതിലൊക്കെ ടോൾ കൊടുക്കുന്നതിന് പേര്. അങ്ങനെ ഈ രാജസ്ഥാൻ കഴിഞ്ഞ് മധ്യപ്രദേശിൽ എത്തിയിരിക്കുകയാണ്. ഇനി ഞങ്ങളുടെ യാത്ര മൊത്തം മധ്യപ്രദേശിലൂടെ. ഇപ്പൊ ഞങ്ങൾ പൊക്കോണ്ടിരിക്കണ വഴിയുടെ പേരാണ് രാംഗഞ്ച് മാണ്ഡി റോഡ്. രാംഗഞ്ച് മാണ്ഡി റോഡ് പറഞ്ഞ റോഡ് കൂടെയാണ് ഞങ്ങളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അണ്ടറിലാണ്. ഇവിടെയൊക്കെ കോൺക്രീറ്റ് ആണ് റോഡ്, ടാറില്ല. ഇവിടെ മൊത്തം കോൺക്രീറ്റ്. വഴി നീളെ മൊത്തം പശുക്കളെ കാണാൻ പറ്റും. ഈ കുരിപ്പുകൾ
വിളിച്ചാലും മാറില്ല. എന്താ അവരുടെ പറയാ, ഒരു മനസ്സിലാവും. പൊക്കോണ്ടിരിക്കുന്നത് MP SH31A മധ്യപ്രദേശ് സ്റ്റേറ്റ് ഹൈവേ. മധ്യപ്രദേശിലെ പരന്ന് കിടക്കുന്ന കൃഷി ഇടങ്ങളാണ്. ഫുള്ളിങ്ങനെ പരന്ന് കിടക്കുക. ദൂരമുണ്ടെന്നറിയാം. മധ്യപ്രദേശ് രാജസ്ഥാൻ ബോർഡറിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കയറി വന്നത്. റോഡ് കുഴപ്പമില്ല, കോൺക്രീറ്റ് ആണ് കേട്ടോ, ടാറല്ല. കോൺക്രീറ്റ് റോഡുകളും അങ്ങനെ സൂപ്പറായിട്ട് മൊത്തം. आमो नारंगी का पेड़ है ये पूरा। ओके, और ये आप ये क्या है? राइस है, चावल का है? വീറ്റ്, ഗോതമ്പ്, വീറ്റ് ഗോ പറഞ്ഞെന്താടി കായ്ക്കുന്നത്? ഇത് ഗോതമ്പാടി, ഗോതമ്പിനാണ് ഇവര് ഗോ എന്ന് പറയുന്നത്. അത് നാരങ്ങയാണ്, കംപ്ലീറ്റ് നാരങ്ങയാണ് കംപ്ലീറ്റ്. അത് അഭിനയ് എവിടെ? അത് അവർക്ക് അടി കിട്ടുണ്ടാവും ചിലപ്പോ, അതുകൊണ്ടാ നോക്കാൻ ഏൽപ്പിച്ചില്ലേ. കടയിൽ കേട്ടോ. ഇധർ അന്തർ नहीं आ सकता नहीं? ഓക്കെ പോവാ. നോക്കി ഇങ്ങനെ മധ്യപ്രദേശ്. ഓ എന്താ സ്ഥലങ്ങൾ. നമ്മളിങ്ങനെ ഒരു ഏരിയ ഇങ്ങനെ വെള്ളം കെട്ടി കിടക്കുന്ന കണ്ടപ്പോൾ അങ്ങനെ ഇറങ്ങിയതാണ് നോക്കാൻ വേണ്ടിയിട്ട്. തിരിച്ചു പോയത് ഓർമ്മയുണ്ടോ? അല്ല, നമ്മളിവിടെ വരെ വന്നിട്ട് തിരിച്ചിട്ട് മറ്റേ വഴി കയറി പോയത് രാജസ്ഥാനിലേക്ക്. ഓർമ്മ ഉണ്ടോ നിനക്ക്? എന്തായാലും അങ്ങനെ നമ്മള് ഡൽഹി മുംബൈ എക്സ്പ്രസ് ഹൈവേയിലേക്ക് വീണ്ടും കയറിയിരിക്കുകയാണ്. ഡൽഹി മുംബൈ എക്സ്പ്രസ് ഹൈവേ അടിപൊളി സെറ്റ്. അപ്പുറത്തും അപ്പുറത്തും വിശാലമായ പാടങ്ങൾ. ഓ നല്ല വെയിലുണ്ട് കേട്ടോ, തിരിച്ച് നല്ല വെയിലുണ്ട്. മധ്യപ്രദേശിൻ്റെ ഉൾഗ്രാമങ്ങളിലൂടെയുള്ള യാത്രയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ ഇതിൻ്റെ മെയിൻ എക്സ്പ്രസ് ഹൈവേയിലേക്ക് എത്തിയതാണ്. ഇത് കൂടെ ഓടിക്കുമ്പോൾ ഇപ്പോൾ നല്ല രസം. ഇത്ര നേരം അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ വന്നിട്ട്. ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് വഴി തെറ്റിയോ എന്നുള്ളൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുംബൈ ഡൽഹി എക്സ്പ്രസ് ഹൈവേ ഞങ്ങൾ ഇന്നലെ വന്നപ്പോൾ റൗണ്ട് ബോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ കറങ്ങി കറങ്ങി രാജസ്ഥാനിലേക്കാണ്ട് കയറി. ഇതുകൊണ്ട് നേരെ രാജസ്ഥാനിൽ ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഇരുന്ന് അല്ലേ, ഇങ്ങനെ എന്തൊക്കെയോ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. വഴി തെറ്റി അവസാനം ഞങ്ങൾ വീണ്ടും എക്സ്പ്രസ് ഹൈവേയിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇനി സെറ്റ് ഒരേ പടാ. എക്സ്പ്രസ് ഹൈവേ ഒന്ന് ക്ലോസ് വാച്ച് ചെയ്യാൻ ഇറങ്ങിയതാ. മുംബൈ ഡൽഹി എക്സ്പ്രസ് ഹൈവേ. ഇവിടെയൊക്കെ റോഡൊക്കെ പക്ക റോഡാട്ടോ, ടാറൊക്കെ അടിപൊളി. ഇതാണ് എക്സ്പ്രസ് ഹൈവേ. ഒരൊറ്റ വണ്ടികളില്ലാട്ടാ, നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മൾ സെറ്റായിട്ടുണ്ട്. എന്താ ഫിനിഷിങ് റോഡിൻ്റെ ഒക്കെ. അതിൻ്റെ അപ്പുറത്ത് ഫുള്ള് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ, ഈ സൈഡിലൊക്കെ ആയിട്ട്. ഇത് നാരങ്ങത്തോട്ടം ഇവിടെ മൊത്തം അടിപൊളി.
റോട്ടിലൊക്കെ എടുത്തുകൊണ്ട് പോകണം. മധ്യപ്രദേശിലെ പെട്രോൾ ടാങ്കാണ്. ഞങ്ങളിവിടെ വന്നിട്ട് കുറച്ച് നേരമായി. ഞങ്ങളൊന്ന് മൈൻഡ് ചെയ്യണ പോലും. എന്ത് ചെയ്യും? 106 രൂപയാണ് മധ്യപ്രദേശിലെ പെട്രോളിൻ്റെ ലിറ്ററിന്. ആളുകൾ ബക്കറ്റിലാക്കിയിട്ടൊക്കെയാണ് ഇവിടെ പോകുന്നത്. കുപ്പി നമ്മളവിടെ കുപ്പിയിൽ പോലും കൊടുക്കില്ല. പക്ഷെ ഇവിടെ ബക്കറ്റിലൊക്കെ ആക്കിയിട്ട് സത്യമായിട്ട് ഒരു സ്റ്റീലിൻ്റെ ബക്കറ്റിൽ എടുത്തിട്ട് കൊണ്ടുവിടുക ഡീസല്. അങ്ങനെ മധ്യപ്രദേശ് ഇൻഫ്രാസ്ട്രക്ചേഴ്സിൻ്റെ റോഡ് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ മധ്യപ്രദേശ് ഈ മഹാരാഷ്ട്രയ്ക്ക് ഏകദേശം കടക്കാറായിട്ടു. അപ്പോൾ അതിൻ്റെ ഒരു ടോളാണ് ഈ അടുത്ത ടോള്. മഹാരാഷ്ട്രയിൽ നിന്ന് ഞങ്ങൾ ഫുള്ളായിട്ട് എണ്ണ അടിച്ചില്ല. ഞങ്ങൾ ഒരു 1800 രൂപയ്ക്കാണ് അവിടെ നിന്ന് എണ്ണ അടിച്ചത്. ഇനിയിപ്പോൾ മഹാരാഷ്ട്രയിൽ കയറിയിട്ട് മഹാരാഷ്ട്ര എണ്ണയ്ക്ക് കുറച്ചും കൂടെ കുറവുണ്ട്. എണ്ണയ്ക്ക് ഭയങ്കര വില കുറവാണ്. അങ്ങനെ ഞങ്ങൾ ടോളെത്തി. നമ്മുടെ സുന്ദരിയായ ചേട്ടൻ അവിടെ നമ്മളെ വിളിക്കുന്നുണ്ടായിരുന്നു. ഇത് ടോള് ട്രാക്ടറാണെങ്കിൽ ഫാസ്റ്റ് ടാഗിന്റെ ടോള് സ്പീഡ് പോരാട്ടോ. എം പിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഒന്നും പറയണ്ട. അമ്മോ വല്ലാത്തൊരു സ്ഥലാട്ടോ. റോഡാണെങ്കിലും ഭയങ്കര മോശമാണ്. മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറയാ ഏകദേശം നമ്മുടെ നാട്ടിലത്തെ ചില റോഡുകളെ പോലെ വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ്. ഇനിയിപ്പോൾ നമ്മള് എന്താ പറയാ കുഴപ്പമില്ല എന്നാലും അല്ലേ, ചില റോഡുകൾ മാത്രമാണ് പ്രശ്നമുള്ളൂ. എല്ലാ റോഡുകളും അങ്ങനെ പ്രശ്നമില്ല. പക്ഷെ ആൾക്കാരുടെ ഡ്രൈവിങ് ഭയങ്കര റാഷാണ്. നമ്മുടെ എന്താ പറയാ മെയിൻ റോഡിൽ കൂടെ പോകുമ്പോൾ എന്താ പറയാ ആൾക്കാരിങ്ങനെ കയറി വരും. രണ്ട് സൈഡിൽ നിന്ന് ലൈറ്റ് വരും. അതായത് നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിൽ നിന്നും റൈറ്റ് സൈഡിൽ നിന്നും ഒക്കെ ലൈറ്റ് വരും. അങ്ങനെയൊക്കെയാണ് സംഭവം. അപ്പോൾ ഓടിക്കാനൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. രക്ഷയില്ല. MP പിന്നെ ഒരൊറ്റ ആൾക്കാർക്ക് ഹെൽമെറ്റ് ഇല്ല കേട്ടോ. MP ഭയങ്കര സീനാണ്. മുമ്പോ 3-4 പേര് ആൾക്കാരൊക്കെ വെച്ചിട്ട് കയറ്റി കൊണ്ടുപോകണം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യുക. അവർക്കൊക്കെ പക്ഷെ അത് ഒരു പരിചയം ഉണ്ടാവും. അവർ കുറ്റം പറയല്ല. പക്ഷെ എന്നാലും രസമാണ് കാണാനും. ഒരു കൗതുകമുള്ള ഒരു കാഴ്ചയൊക്കെയാണ്. അടിപൊളി. എന്തായാലും ഇനിയിപ്പോൾ മഹാരാഷ്ട്രയ്ക്ക് ഏതാനും മണിക്കൂറുകൾ മാത്രം. ഇൻഡോർ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ. അവിടെ നിന്ന് റൈറ്റ് കിട്ടിയിട്ട് മഹാരാഷ്ട്ര വഴി അങ്ങനെ കയറണം. അപ്പോൾ ഓക്കെ. ലോറിയൊക്കെ റോങ് സൈഡ് ഇങ്ങനെയൊക്കെ കയറി വന്ന് നമ്മൾ എന്ത് ചെയ്തു? ഇതല്ല ഈ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് NH 156 എവിടത്തെ മധ്യപ്രദേശിലെ. ജാതി ടാസ്ക് ഉണ്ടോ ഈ റോഡ് ഈ വഴികളും എല്ലാം. അതായത് ചില സ്ഥലത്ത് 1 വേ ആണ്. പക്ഷെ മറ്റേ വണ്ടി നമ്മുടെ വഴി കൂടെ കയറി വരും. മറ്റേടത്ത് ബ്ലോക്കുള്ള കാരണം അത് വരുന്നത് ലോറികളൊക്കെയാണ്. നമ്മള് ആദ്യം വിചാരിക്കും അപ്പുറത്തെ റോട്ടിൽ കൂടെ വണ്ടി പോവാന്ന്. പിന്നെ മനസ്സിലാവും അടുത്തെത്തും അയ്യോ ഈ റോട്ടിൽ കൂടെ തന്നെ ഉള്ളൂന്ന്. അങ്ങനെയുള്ള കുറച്ച് കുലിശിത പ്രവർത്തികളൊക്കെയാണ് ഇവിടെ. ഒരു രക്ഷയില്ല. MP ഞാൻ ഓടിച്ചതിൽ വെച്ചിട്ട് കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു വഴി അല്ലെങ്കിൽ എനിക്ക് ഓടിക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നത് 2 സ്ഥലങ്ങളാണ്. ഒന്ന് രാജസ്ഥാനിലെ കുറച്ച് ഉള്ളുകൂടുള്ള സ്ഥലങ്ങളും പിന്നെ നമ്മുടെ MP-യും. ഒരു രക്ഷയില്ല. അങ്ങനെ MP-യിലെത്തിയിരിക്കുകയാണ്. MP കൂടെ ഞങ്ങൾ പൊക്കോണ്ട്. MP-ന്റെ ഉള്ളിലത്തെ ഇതൊക്കെ കേട്ടോ. ഐ ലവ് ധാർ ധാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് MP-യുടെ. ഏതൊരു വലിയ രാജാവിന്റെ ഒരു ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്.